ഹലോ, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്സ് ആണ്. പുട്ടുപൊടി കൊണ്ട് നമുക്ക് പൊരിച്ച പത്തിരിയും നെയ്പ്പത്തിലും എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഞാൻ ഇപ്പോൾ 3 ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു ജാർ എടുക്കുക. അതിലേക്ക് നാളികേരവും ഒരു ടീസ്പൂൺ പെരിഞ്ജീരകവും 10 ചെറിയുള്ളിയും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അത് ചതച്ചെടുത്ത് അവിടെ വയ്ക്കുക കേട്ടോ. നമ്മളിനി പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. പിന്നെ ചതച്ചെടുത്തിട്ടില്ലേ അതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പുറത്തെ അടുപ്പിൽ ചിക്കൻ വറുത്തരച്ച കറി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കൂട്ടി കഴിക്കാനാണ്. അത് റെഡി ആയിട്ടുണ്ട്, തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി അപ്പോഴേക്കും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പുട്ടും നാളികേരും ചെറിയ ഉള്ളിയും പെരിഞ്ജീരകവും ഒക്കെ മിക്സ് ചെയ്തത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ അപ്പുറത്തെ സ്റ്റൗവിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം കേട്ടോ. അത് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണേ. നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ഇതുപോലെ സോഫ്റ്റായിട്ട് ഇരിക്കണം. ഇതാണ് പൊരിച്ച പത്തിരിയുടെ പാകം. ഒരു ചെറിയ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോറ് വയ്ക്കണ അരിയും പച്ചരിയും ഒക്കെ കുതിർത്ത് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ പുട്ടുപൊടി കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു ഇല വെച്ചിട്ടുണ്ട്. ഇലയിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇതുപോലെ പരത്തുക. നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. ഇടയ്ക്കൊക്കെ പരത്തില്ല, അതുപോലെ പരത്തുക. എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഒരു മുറിക്കാൻ പറ്റിയ റൗണ്ട് ഷേപ്പാക്കാൻ പറ്റിയ അടപ്പോ അല്ല പാത്രത്തിൻ്റെ അടപ്പൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കുക കേട്ടോ. കുറച്ച് കനത്തിൽ തന്നെ പരത്തിക്കോളൂ, അല്ലാണ്ട് നൈസാക്കി പരത്തണ്ട. നമ്മൾ അപ്പുറത്തെ സ്റ്റൗവിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടോടുകൂടി ആ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. പണ്ട് ചായക്കടയിലൊക്കെ കിട്ടില്ലേ പൊരിച്ച പത്തിരി, എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ചിലവർ ഈ പെരിഞ്ജീരകത്തിന് പകരം നല്ല ജീരകം ചേർത്ത് കൊടുക്കും കേട്ടോ. ചെറിയുള്ളിയും നാളികേരം നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 10-12 ചെറിയുള്ളി ഇട്ടാലും കുഴപ്പമില്ല. നാളികേരം ഞാനിപ്പോൾ ഒരു മുറി നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ 3 ഗ്ലാസ്സിലേക്ക്. അപ്പോൾ നമ്മുടെ പൊരിച്ച പത്തിരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെറുതെയും കഴിക്കാൻ നല്ല സ്വാദാണേ. ഇനി നമ്മൾ നെയ്പ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ആ പൊടിയിൽ തന്നെ നമ്മൾ പുട്ടും നാളികേരം മിക്സ് ചെയ്തിട്ടില്ല, അതിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടി ലൂസാക്കുക. വല്ലാണ്ട് ലൂസാക്കരുത്. എന്നിട്ട് ഇതുപോലെ കുറച്ചും കൂടി വലുപ്പത്തിൽ പരത്തി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വെളിച്ചെണ്ണയിലിട്ട് കൊടുക്കുക. നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ പൊന്തി വരുന്ന കണ്ടോ. ഇതാണ് നമ്മുടെ നെയ്പ്പത്തൽ. അങ്ങനെ നെയ്പ്പത്തലും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രൗൺ കളറാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പുട്ടുപൊടിയിൽ തന്നെ നമുക്ക് 2 സ്നാക്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, പൊരിച്ച പത്തിരിയും നെയ്പ്പത്തലും. ഇത് നമുക്ക് ബീഫിൻ്റെ റോസ്റ്റിൻ്റെ കൂടെ വെറുതെയും കഴിക്കാം. ചിക്കൻ കറി ഞങ്ങളിപ്പോൾ വറുത്തരച്ച ചിക്കൻ കറിയുടെ കൂടെയാണ് കഴിക്കുന്നത് കേട്ടോ. കണ്ടോ. അപ്പോൾ നെയ്പ്പത്തലും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.